Gospel according to St. Mark chapter 5 verse 19. Go home to your friends and tell them how much the Lord has done for you and what mercy he has shown you. M.T. വാസുദേവൻ നായർ എഴുതിയ ഒരു കഥയുടെ പേരിലാണ് ഇരുട്ടിൻ്റെ ആത്മാവ് എന്നുള്ളത്. അതിനകത്ത് വേലായുധൻ്റെ ജീവിതത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. വേലായുധൻ എന്ന് പറയുന്നത് ഒരു ഭ്രാന്തനാണ്. അവനൊരു ഭ്രാന്തനാകയാൽ അവൻ ഭ്രാന്തനെന്ന മുദ്രകുത്തി അവൻ്റെ ബന്ധുമിത്രാദികൾ അവനെ ചങ്ങലകളാൽ ബന്ധിച്ചിരുന്നു. ആ പ്രദേശത്ത് വന്ന് ഒരു ജോലി അന്വേഷിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അമ്മുക്കുട്ടി. വേലായുധൻ്റെ ജീവിതത്തെക്കുറിച്ച് കേട്ടതായിട്ടുള്ള അവസരത്തിൽ വേലായുധൻ്റെ ജീവിത മരുഭൂമിയിലെ മരുപ്പച്ചയായിട്ട് അമ്മുക്കുട്ടി അവനെ ശുശ്രൂഷിച്ചു. അവനെ കുളിപ്പിക്കുന്നതിനായി, അവന് ആഹാരം നൽകുന്നതിനായി എല്ലാം അവൾ സമയം കണ്ടെത്തി. എന്നാൽ അവിവാഹിതയായിരുന്ന അമ്മുക്കുട്ടിക്ക് ഒരു വിവാഹ ആലോചന വന്നപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോയി. അമ്മുക്കുട്ടിയുടെ വിവാഹമാണ് എന്ന് കേട്ട അവസരത്തിൽ വേലായുധൻ തന്നെ തളച്ചിട്ടിരുന്നതായിട്ടുള്ള പ്രദേശത്ത് നിന്ന് എഴുന്നേറ്റ് ഈ ഭവനം തേടി പോകുന്നുണ്ട്. വേലായുധൻ തൻ്റെ വീട്ടിലേക്ക് അടുത്തു വന്നതായിട്ടുള്ള അവസരത്തിൽ അതുവരെ അവനെ സ്നേഹത്തോടെ ശുശ്രൂഷിച്ചിരുന്നതായിട്ടുള്ള അമ്മുക്കുട്ടി ഭ്രാന്തൻ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോകുന്നതായുള്ള കാഴ്ചയാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. ഈ കഥ എഴുതിയതായിട്ടുള്ള ഷാജി ജോസ് സാറ് മഴ കാത്തുകിടക്കും വിത്തുകൾ എന്നുള്ളതായിട്ടുള്ള തൻ്റെ പുസ്തകത്തിലൂടെ പറയുന്നതായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ലോകത്തിൽ സ്നേഹം വേണ്ടാത്തതായുള്ള ആരുമില്ല. ഈ ലോകത്തിൽ സ്നേഹം വേണ്ടാത്തതായുള്ള ആരുമില്ല. രണ്ട്, ദൈവത്തിന് ആരിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവത്തിന് ആരിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. നാം ജീവിക്കുന്നതായുള്ള സാഹചര്യങ്ങളെ നാം വിശകലനം ചെയ്യുന്നതായുള്ള അവസരത്തിൽ ഈ വേലായുധനെ പോലുള്ള ആളുകളെ കണ്ടെത്തുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചെയ്യുന്നത് ചങ്ങലകളാൽ ബന്ധിച്ച് ഒരു മുറിയിലിട്ട് അടയ്ക്കുക എന്നുള്ളതാണ്. എന്നാൽ സ്നേഹം അന്വേഷിക്കുന്നതായുള്ളൊരു ദേഹി ആ വ്യക്തിയിലുണ്ട് എന്നത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടാത്തതായിട്ടുള്ള മക്കളില്ല, ദൈവത്തിന് പ്രതീക്ഷ നൽകുവാൻ കഴിയാത്തതായിട്ടുള്ള വ്യക്തികളുമില്ല എന്നുള്ള സത്യത്തെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് നാം മറന്നു പോകുന്നു. ഇന്ന് വായിച്ചതായുള്ള വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ വിവരിച്ചിരിക്കുന്നത് ഭൂതഗ്രസ്തനായിട്ടുള്ളൊരു മനുഷ്യനെ കുറിച്ചാണ്. അവനെ ആളുകൾ ഭയപ്പെട്ടത് മുഖാന്തരമായി തങ്ങളുടെ നിയന്ത്രണത്തിൽ അവനെ കൊണ്ടുവരുവാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവസരത്തിൽ വീട്ടുകാരും നാട്ടുകാരും എല്ലാം കൂടി അവനെ ബന്ധിച്ച് കല്ലറയുടെ ഇടയിൽ കൊണ്ടുപോയി അവിടെ തളച്ച ഇടുകയാണ് ചെയ്യുന്നത്. യേശു ഗദരദേശത്തേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് ഈ അധ്യായം വിവരിക്കുന്നത്. ഗദരദേശം എന്ന് പറയുന്നത് ജെൻറ്റൈൽസ് താമസിക്കുന്നതായിട്ടുള്ള പ്രദേശമാണ്.
അവിടേക്ക് യേശു പോകുന്നത് ഈ ഒരു വ്യക്തിയെ കാണുന്നതിനായിട്ടും അവനെ സൗഖ്യമാക്കിയിട്ട് മടങ്ങി വരുന്നതിനായിട്ടുമാണ്. വേറെ ഒന്നും ആ ഭാഗത്ത് നാം വായിച്ച് മനസ്സിലാക്കുന്നില്ല. യേശു അവനെ കാണുന്നതായിട്ടുള്ള അവസരത്തിൽ അവൻ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. അവൻ വിവസ്ത്രനായിട്ട് നടക്കുകയാണ്. മനുഷ്യരുടെ ഇടയിൽ പാർക്കുന്നതിനായിട്ട് സാധിക്കാതെ പോകുന്നതായിട്ടൊരു വ്യക്തിയായിട്ട് കാണപ്പെടുകയാണ്. നാം വായിക്കുന്നുണ്ട്, അവൻ തൻ്റെ കൈകളിലും കാലുകളിലൊക്കെ ഉണ്ടായിരുന്ന വിലങ്ങുകൾ ഉരുമ്മി ഒടിച്ചിരുന്നു എന്നത്. എൻ്റെ യേശുവിനെ കണ്ടതായിട്ടുള്ള അവസരത്തിൽ തന്നെ നീ എന്നെ പീഡിപ്പിക്കുവാൻ വന്നുവോ എന്നാണ് ചോദിക്കുന്നത്. യേശു അവനോട് ചോദിക്കുന്നത് നിൻ്റെ പേരെന്താകുന്നു എന്നാണ്. അവൻ പറയുന്നു, ഞങ്ങൾ പലരാണ്, അതുകൊണ്ട് ലെഗിയോൺ എന്നാണ് ഞങ്ങളുടെ പേര്. ലീജിയൻ എന്നാണ് എൻ്റെ അർത്ഥം. യേശു അവനോടുകൂടി അവിടെ ഇരിക്കുകയാണ്. അവനെ ശാന്തനാക്കുകയാണ്. അവനുള്ള ഭൂതത്തെ യേശു ഉച്ചാടനം ചെയ്യുകയാണ്. തുടർന്ന് ജനം വരുന്നതായുള്ള അവസരത്തിൽ കാണുന്നത് അവൻ വസ്ത്രമുള്ളവനായി ശാന്തനായി യേശുവിൻ്റെ അടുത്തിരിക്കുന്നതായുള്ള കാഴ്ചയാണ്. ഭൂതങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന പന്നിക്കൂട്ടങ്ങളിലേക്ക് പോകുന്നതിനായിട്ട് അനുവാദമൊക്കെ കൊടുത്തു എന്ന് ആ ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ബന്ധിച്ചിട്ടിരുന്നതായുള്ള ചങ്ങലകളൊക്കെ ഉരുമി ഒടിച്ചുവെങ്കിലും അവന് സൗഖ്യം പ്രാപിക്കുന്നതിനായിട്ട് സാധിക്കുന്നില്ല. സ്വതന്ത്രനാകുന്നതിനായിട്ട് കഴിയുന്നു, സൗഖ്യം പ്രാപിക്കുന്നതിനായിട്ട് കഴിയുന്നില്ല. യേശു അവനെ സ്നേഹിക്കുകയും അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അവനെ സൗഖ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ഭൂതം അവനിൽ നിന്ന് പുറത്തു പോകുവാനായിട്ട് ആജ്ഞാപിക്കുന്നുണ്ട്. സൗഖ്യം കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നാണ് പ്രാപിക്കുന്നത്. അവൻ എവിടെയായിരുന്നു? അവന് കല്ലറയുടെ ഇടയിൽ പാർക്കുന്നതായൊരു മനുഷ്യനായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒന്ന്, അവിടെ ആരും ചെല്ലുകയില്ല, വിരസമായുള്ളൊരു സ്ഥലമാണ്. രണ്ടാമത്, അവിടെ മൃതദേഹങ്ങൾ അടക്കുന്നതായുള്ള സ്ഥലമാണ്, മരിച്ചതായുള്ള ആളുകളുടെ അനുഭവമാണ്. മൂന്ന്, അത് ചീഞ്ഞഴിയുന്നതായുള്ള അവസ്ഥയാണ്. അപ്രകാരമുള്ള ഒരു ജീവിത അവസ്ഥയിൽ നിന്നാണ് യേശു അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ്റെ കോണിടയായിട്ട് തീരുന്നത്. ഇന്ന് ലഹരി വിരുദ്ധ ദിനമായിട്ട് സഭ ആചരിക്കുന്നതായുള്ള ദിവസമാണ്. ഞാൻ മുൻപോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ സഭ ഇത് വളരെ ഗൗരവമായിട്ട് എടുത്തിരിക്കുന്നതായിട്ടൊരു വിഷയമാണ്. ഇന്ന് ഇവിടുത്തെ യുവജനങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ഇതിന് ശേഷം സമയമെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. എന്നാൽ സഭയെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക നീതിക്കെതിരായിട്ടുള്ള പ്രഭാഷണം എല്ലാ വർഷവും മാരാമൻ കൺവെൻഷനിൽ ഒരു ഉച്ച കഴിഞ്ഞുള്ളതായിട്ടുള്ള യോഗം വെച്ച് നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ടുള്ളൊരു സഭ. മാത്രമല്ല, ഇങ്ങനെ ഒരു ഞായറാഴ്ച അതിനായിട്ട് വേർതിരിച്ച് ലഹരി വിരുദ്ധ ഞായറായിരിക്കണം എന്നത് ആഗ്രഹിക്കുകയും എല്ലാ ലഹരിയിൽ നിന്നും നമ്മളുടെ ആളുകൾ വിമുക്തരായി ജീവിപ്പാനിടയായിട്ട് തീരുകയും ചെയ്യണം എന്നത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുമ്പേ ഞാൻ പറഞ്ഞതായുള്ള കാര്യം വീണ്ടും ആവർത്തിക്കട്ടെ. നമ്മളെ ബന്ധിച്ചിരിക്കുന്നതായുള്ള ചങ്ങലകളൊക്കെ ഒരുമയൊടിച്ച് സ്വതന്ത്രരായിട്ട് തീരുന്നതിനായിട്ട് സാധിച്ചേക്കാം. എന്നാൽ അത് സൗഖ്യമല്ല. സൗഖ്യം നൽകുന്നത് ദൈവമാണ്. ദൈവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാൻ്റെ കോണം നമുക്കിടയായിട്ട് തീരണം എന്നതാണ് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശുവാണ് അവന് സൗഖ്യം നൽകുന്നതും അവനോട് കരുണ കാണിക്കുന്നതും.
എത്രയെത്രയോ ആളുകളാണ് നമ്മളുടെ ചുറ്റുപാടും ലഹരിക്ക് അടിമകളായിട്ട് ജീവിക്കേണ്ടി വരുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരായുള്ള ആളുകൾ വരെ പലതിനും അടിമകളാണ്. അടിമത്വം എന്ന് പറയുന്ന അവസരത്തിൽ, സ്ലേവറി എന്ന് പറയുന്നതായുള്ള അവസരത്തിൽ കള്ളുകുടി മാത്രമല്ല, മദ്യപാനം മാത്രമല്ല, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതെല്ലാം തന്നെ അതിന് വിധേയപ്പെട്ട അടിമയായിട്ട് തീരുന്നതായിട്ടുള്ള അവസ്ഥയാണ്. നമ്മൾ ഉപയോഗിക്കുന്നതായുള്ള സെൽഫോണിന് പോലും അടിമകളായിട്ട് തീരുവാൻ നമുക്ക് സാധ്യമാണ്. പണ്ട് എല്ലാവരും കിടക്കയ്ക്ക് അടുത്ത്, ഒരുപക്ഷെ തലയുടെ അടിയിലായിരിക്കാം, വേദപുസ്തകം വെച്ച് കിടന്നുറങ്ങുന്നതായുള്ള രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറി സെൽഫോണാണ്. എത്രയും വേഗം വിവരം അറിയണം, എത്രയും വേഗം അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിനായിട്ട് സാധിക്കണം. ഇത് ഒരു സാമൂഹ്യ തിന്മയായിട്ട് മാറിയിട്ടുണ്ട് എന്നത് നാം ഓർത്തിരിക്കേണ്ടതായിട്ടൊരു വസ്തുത കൂടിയാണ്. ലഹരികൾക്ക് അടിമപ്പെട്ടതായുള്ള നമ്മളുടെ കുഞ്ഞുങ്ങൾ, നമ്മളുടെ യുവജനങ്ങൾ, നമ്മളുടെ മധ്യവയസ്കുള്ളതായുള്ള ആളുകൾ, അങ്ങനെ എത്രയോ എത്രയോ ആളുകളെയാണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. ഇവർക്കെല്ലാം ജീവിതത്തിൽ തങ്ങളെ അടിമകളാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിടുതൽ ആവശ്യമാണ്, സ്വാതന്ത്ര്യം ആവശ്യമാണ്, അതോടൊപ്പം തന്നെ സൗഖ്യവും ആവശ്യമാണ്. സൗഖ്യം നൽകുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കോവിഡ് കാലം മറക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ലല്ലോ. കോവിഡ് കാലത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഓടി മറ്റേ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ സെൽഫോണിൽ കൂടെ പ്രിയപ്പെട്ടവരെ വിളിച്ച് അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിനെ വിടുവിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചതായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അവരെല്ലാം ആ സന്ദർഭത്തിൽ അവരുടെ ജീവിതത്തിൽ മശിഹായാണ്, വിടുതൽ നൽകുന്നതായിട്ടുള്ള ഒരാളാണ്, സൗഖ്യം നൽകുന്നതായിട്ടുള്ള ഒരാളാണ്. എത്രയോ എത്രയോ ആളുകളാണ് ത്യാഗപരമായിട്ട് ഇടപെടുവാൻ കൊണ്ടിടയായിട്ട് തീർന്നത്. വെള്ളപ്പൊക്കം വന്നിട്ടുള്ളപ്പോൾ മലയിടിഞ്ഞു പോയതായിട്ടുള്ള അവസരം, ഉരുൾപൊട്ടലിൻ്റേതായുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മയൊക്കെ വീണ്ടെടുക്കുവാൻ താല്പര്യപ്പെട്ടതായുള്ള അനേകരെ നമ്മുടെ ചുറ്റുപാടും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറുവശത്തായിട്ട് വീണുപോയിരിക്കുന്ന ആളുകൾ, നശിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള ആളുകൾ, മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നതായുള്ള ആളുകൾ, ഇവരെയും കാണുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അവരെ അതിൽ നിന്ന് വിടുവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ലേ എന്നുള്ളതായുള്ള ചോദ്യമാണ് നാം ചോദിക്കേണ്ടത്. ഈ അടുത്ത സമയത്ത് വന്നതായുള്ള പത്രത്തിൽ സിബി എന്ന പേരുള്ളതായുള്ളൊരു മനുഷ്യനെക്കുറിച്ച് വായിക്കുന്നതിനിടയായിട്ട് തീർന്നു. സിബി ഒരു ബീവറേജ് കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്നതായുള്ള ആളാണ്. കുളനട സ്വദേശിയായുള്ളൊരു മനുഷ്യനാണ്. വളരെ വേഗം മദ്യം കയ്യിൽ കിട്ടും. ചില മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച് പറയുന്നത് പോലെ മദ്യം അവൈലബിളാണ്. മദ്യം അവൈലബിൾ ആയതുകൊണ്ട് ഉപയോഗിക്കണമെന്നുണ്ടോ? ഞാൻ ഉപയോഗിക്കുകയില്ല എന്ന് പറയുന്നതായിട്ടുള്ളൊരു ശിക്ഷണമാണ് ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. തനിക്ക് ജോലി കിട്ടി ശമ്പളമൊക്കെ കിട്ടിയതായുള്ള അവസരത്തിൽ കൂടുതൽ മദ്യപിക്കുന്നതിനായിട്ട് ഇടയായി തീർന്നതായുള്ളൊരു മനുഷ്യനാണ് സിബി എന്ന് പറയുന്നതായുള്ള മനുഷ്യൻ, കുളനടക്കാരൻ. അദ്ദേഹത്തെ തൻ്റെ കയ്യിലുണ്ടായിരുന്നതായുള്ള പണമെല്ലാം നഷ്ടമാവുകയാണ്. സിഗരറ്റ് വാങ്ങിച്ച്, ബീഡി വാങ്ങിച്ച്, മദ്യപിച്ച് ഒക്കെ കഴിയുന്നതായുള്ള സാഹചര്യത്തിൽ തനിയെ മദ്യപിക്കുന്നതിനായിട്ട് ആർക്കും ഇഷ്ടമില്ല, കൂട്ടുകൂടിയാണ് മദ്യപിക്കുന്നത്. വിവാഹിതനായി തീർന്നതായുള്ള സിബിക്ക് ഒരു വിവാഹ ജീവിതം നയിക്കുവാൻ കഴിയാതെ പോകുന്നു. തൽഫലമായിട്ട് വിവാഹമോചനം മേടിച്ചുകൊണ്ട്
അവൾ അവളുടെ ഭവനത്തിലേക്ക് പോവുകയാണ്. കാരണം തൻ്റെ ഭർത്താവായിട്ടുള്ള സിബി വഴിയരികിലും ഓടകളിലൊക്കെ വീണ് കിടക്കുന്നതായുള്ള കാഴ്ചയാണ് ദിവസവും കാണാനായിട്ട് ഇടയാവുന്നത്. മദ്യപാനം മൂലം തകർന്നതായുള്ള എത്രയോ വീടുകളെക്കുറിച്ചാണ് നമുക്കറിയാവുന്നത്. അറിയാൻ പാടില്ലെന്നിട്ടില്ല, അറിയാവുന്നത്. എന്നാൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതായുള്ളൊരു ദൗത്യം സഭയ്ക്കുണ്ട് എന്നത് മറക്കാനായിട്ട് ഇടയാവരുത്. UN പറഞ്ഞു, മദ്യപാനികൾ അവർ രോഗികളാണ്. രോഗാവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനുള്ള കാരണം അവരെ ചികിത്സിക്കേണ്ടതും അവർക്ക് സഹിത്വം നൽകേണ്ടതും ആവശ്യമാണ്. ഈ സിബി എന്ന പേരുള്ളതായുള്ള മനുഷ്യൻ, കൊളക്കടക്കാരൻ, ചെന്ന് പറ്റിയത് നമ്മുടെ മലയാലപ്പുഴയുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ്. മലയാലപ്പുഴയുള്ള നമ്മളുടെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ്. അവനവിടെ ചെന്നതിലൂടെ തനിക്ക് നഷ്ടമായതായിട്ടുള്ള വർഷങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുന്നതിനും മനസ്സിലാക്കുന്നതിനൊക്കെ ഇടയായിട്ട് തീർന്നു. 1ഉം 2ഉം പ്രാവശ്യമല്ല, 3613 ദിവസങ്ങൾ മദ്യത്തെ തൊടാതെ ജീവിക്കുവാൻ്റെ കൊണ്ട് അവന് സാധ്യമായിട്ട് തീരുകയും ചെയ്തു. തൽഫലമായിട്ട് അവന് ബിവറേജ് കോർപ്പറേഷനിലുള്ള ജോലിയൊന്നും നഷ്ടപ്പെടുത്തിയില്ല. അവൻ അവിടെ തന്നെ പോയി. തനിക്കുള്ള ജോലി നഷ്ടമാകാതിരിക്കാൻ അവിടെ തന്നെ പോയി. എന്നാൽ മദ്യം തൻ്റെ കൈക്കൽ കിട്ടുന്നതായുള്ള സാഹചര്യത്തിൽ വേണ്ട എന്ന് പറയുവാൻ്റെ കൊണ്ട് ഒരു ആത്മശിക്ഷണം അവനുണ്ടായി എന്നാണ് വായിക്കുന്നത്. അവൈലബിളാണ്, ഫ്രീ ആണ്, വേണ്ട. മതിയെന്നും വേണ്ട എന്നും ജീവിതത്തിൽ പറയുവാൻ കഴിയേണ്ട വ്യക്തികളാണ് നാം എല്ലാവരും തന്നെ. മതിയെന്നും വേണ്ട എന്നും പറയുക 2 ചെറിയ വാക്കുകളാണ്. എന്നാൽ എല്ലാ ദിവസവും രാവിലെ കഴിക്കേണ്ടതായുള്ള മരുന്ന് കൂടിയാണ്. എനിക്ക് വേണ്ട, എനിക്ക് മതി എന്ന് പറയാനായിട്ട് സാധിക്കുന്നു. ഫോഴ്സ് ഫീഡിങ് നമ്മളുടെ സമൂഹത്തിലുള്ളതായുള്ള ഒന്നാണ്. വീണ്ടും വീണ്ടും 2 ഇറ്റൂടെ എന്ന് പറഞ്ഞ് ഇടുന്നത് 2 സോസ് നിറച്ചുള്ളതായുള്ള അരിയാണ്, ചോറാണ്. വീണ്ടും വീണ്ടും കഴിക്കുന്നതിനായിട്ട് ആവശ്യപ്പെടുകയാണ്. വേണ്ട എന്ന് പറയാനായിട്ട് ഇടയായിട്ട് തരണം. എനിക്ക് മതി എന്ന് പറയുന്നതിനായിട്ട് ഇടയായിട്ട് തരണം. ഈ ഒരു ശിക്ഷണം ജീവിതത്തിലുള്ളതായുള്ള വ്യക്തികൾക്കാണ് ലഹരിക്ക് അടിമകളായിരുന്ന അവസരത്തിലും നോ പറയുവാൻ്റെ കോണ ഇടയായിട്ട് തീരുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ജീവിതത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുക എന്ന് മാത്രമല്ല ആവശ്യമായിരിക്കുന്നത്, പിന്നെയോ ദൈവവുമായുള്ള സംസർഗത്തിൽ ജീവിപ്പാൻ്റെ കൊണ്ടിടയാകണം. അല്പം കഴിയുമ്പോൾ നമ്മളുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും വന്ന് ചേരുന്നത് എനിക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ കർത്താവുമായുള്ള സംസർഗം അനുഭവിക്കുമ്പോൾ കർത്താവിന് ഹിതകരമായിട്ടുള്ള മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളതായുള്ളൊരു ശിക്ഷണത്തിലേക്കാണ് നാം പ്രവേശിക്കേണ്ടത്. കർത്താവിന് ഹിതകരമായുള്ള ഒന്നിലേക്ക് മാത്രമേ ഞാൻ പ്രവേശിക്കുകയുള്ളൂ. കർത്താവിന് അനിഷ്ടമായിട്ടുള്ളത്, കർത്താവിന് ഇഷ്ടമില്ലാത്തതായുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുകയില്ല എന്ന പ്രതിജ്ഞ എടുക്കുവാനായിട്ടാണ് നമുക്ക് സാധിക്കേണ്ടത്. ദീപിക എന്ന ദിനപത്രത്തിൽ അതിൻ്റെ സൺഡേ സപ്ലിമെൻ്റ് ഇന്ന് വന്നതായിട്ടുള്ള അവസരത്തിൽ അതിൽ വിവരിച്ചിരുന്നത് ദൈവത്തിൻ്റെ ചിന്തകൾക്കൊപ്പം ചിന്തിക്കുവാൻ കഴിയുന്നതായുള്ള ഒരു യോഹന്നാൻ കെല്ലർ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തിയെക്കുറിച്ചാണ്. അവിടെ ഉദ്ധരിക്കുന്നതായുള്ള ദൈവവചനമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ജീവിതത്തിൽ യഥാർത്ഥമായുള്ള സന്തോഷവും വിജയവും സംതൃപ്തിയൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയാകുന്നത് ദൈവത്തിൻ്റെ ചിന്തകൾക്കൊപ്പം നാമും ചിന്തിക്കുവാനായിട്ട് പഠിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ ചിന്തകൾക്കൊപ്പം നാമും ചിന്തിക്കുവാനായിട്ട് പഠിക്കുന്നതായുള്ള അവസരത്തിലാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായിട്ടുള്ള ബിയാറ്റിറ്റ്യൂഡ്സിൽ
ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്: ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. കർത്താവ് പറയുന്നത് അവർ ദൈവത്തെ കാണും എന്നാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ ദേവാലയത്തിൽ നാം എല്ലാം എത്തിച്ചേരുന്നത് ദൈവസാന്നിധ്യം അനുഭവിപ്പാനായിട്ടാണ്, സംശയമില്ല. എല്ലാവരും എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ എനിക്ക് ഇടയായിട്ട് തീരണം. ദൈവം തൻ്റെ സാന്നിധ്യത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നത് വിശുദ്ധിയിലൂടെയാണ്. മഹത്വകരമായുള്ള തൻ്റെ ജീവിതത്തെയാണ് വെളിപ്പെടുത്തി തരുന്നത്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ എന്നുള്ള ദൈവത്തിനെ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും ദൈവത്തെങ്കിലേക്ക് നോക്കുകയും ചെയ്യുന്നതല്ല. നാം ഓരോരുത്തരും ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവരായിട്ട് തീരുവാൻ കൊണ്ടിടയാകണം. എല്ലാ ദോഷചിന്തകളെയും അകറ്റണം. മോഹം, ആഗ്രഹങ്ങൾ, ഇച്ഛ ഇതൊക്കെ മാറ്റിക്കളയുന്നതിനായിട്ടിടയാകണം. ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മളുടെ ചിന്തകളായി തീരുന്നതായുള്ള അവസരത്തിലാണ് ദൈവസന്നിധിയിലുള്ള സ്നേഹവും സന്തോഷവും വിജയവും സംതൃപ്തിയൊക്കെ ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് നമുക്കിടയായിട്ട് തീരുന്നത്. നാം ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്നതായുള്ള അവസരത്തിൽ സമൂഹവുമായുള്ള കൂട്ടായ്മ നാം അനുഭവിക്കുന്നുണ്ട്. ആരും നമുക്ക് അന്യരല്ല എന്ന് നാം പഠിക്കുന്നതായുള്ള അവസരത്തിലാണ്. ആ കൂട്ടായ്മ എന്ന് പറയുന്നത് അവരും നമ്മളുമെല്ലാം നോക്കി വിളിക്കുന്നതായുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഭവിപ്പാൻ കഴിയുന്നതായിട്ടുള്ള ഒരു സംസർഗമായിരിക്കണം. ആ സംസർഗം നമ്മെ വിശുദ്ധ യാത്രയിലേക്ക് നയിക്കുന്നതായുള്ള ഒന്നാണ്. കർത്താവിനോട് ഒന്നിച്ച് നടക്കുവാനൊക്കെ ഉണ്ട്. എമ്മോസിലേക്ക് പോയതായുള്ള ആളുകളുടെ ജീവിതാനുഭവം പോലെ മനസ്സിൻ്റെ ഭാരത്തെ ഇറക്കി വയ്ക്കുവാൻ, സംശയങ്ങളെ ദൂരീകരിപ്പാൻ, സത്യം എന്തെന്ന് പഠിക്കുവാൻ ഒക്കെ ഇടയായി തീർന്നതായുള്ള സാഹചര്യമാണ് എമ്മോസിലെ യാത്ര എന്ന് പറയുന്നത്. ഈ ഒരു യാത്രയിലേക്കാണ് ദൈവം തമ്പുരാൻ ഈ ലോകത്തിൽ നമ്മെ വിളിക്കുന്നത്. ദൈവത്തോടൊന്നിച്ച് ആയിരിക്കുക, ദൈവിക സംസർഗം അനുഭവിക്കുക, ദൈവത്തോടൊന്നിച്ച് നമ്മളുടെ വിശുദ്ധമായുള്ള യാത്ര ഒരു സമൂഹത്തിൽ മറ്റു മനുഷ്യരുടെ ഇടയിലൂടെ നടക്കുവാൻ്റെ കോണം ഇടയായിട്ട് തീരുക. ഇതാവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് ലഹരി വിരുദ്ധ ദിനമായിട്ട് വേർതിരിച്ചിരിക്കുന്നതായുള്ള ഈ ദിവസം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുന്ന അവസരത്തിൽ നമുക്ക് പഠിക്കുന്നതിനായിട്ട് ശ്രമിക്കാം. നമുക്ക് ആവശ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യം മാത്രമല്ല, ഫ്രീഡമുണ്ട്. പല രീതിയിലുള്ള ഫ്രീഡം നാം അനുഭവിക്കുന്നുണ്ട്. അതല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ കർത്താവെ നൽകുന്നതായിട്ടുള്ള സൗഖ്യമാണ്. കർത്താവ് ആ സൗഖ്യത്തെ നമുക്ക് നൽകിത്തരുന്ന അവസരത്തിൽ നമ്മോട് പറയുന്നത്, നീ ചെന്ന് നിൻ്റെ വീട്ടിലുള്ളവരോട്, നിൻ്റെ പ്രിയപ്പെട്ടവരോട് അവരോട് പറയണം ദൈവം നിനക്ക് എന്ത് ചെയ്തുവെന്നും എങ്ങനെ കരുണ കാണിച്ചുവെന്നും. അത് പറയുന്നതിനായിട്ടാണ് അവനെ അയക്കുന്നത്. ഓർക്കണം, അവരാണ് അവനെ പിടിച്ചു കൊണ്ടുവന്ന് ഈ കല്ലറയിടയിൽ പാർപ്പിച്ചത്. അവരാണ് അവനെ കൊണ്ടുവന്ന് ചങ്ങലകളാൽ ബന്ധിച്ച് അവിടെ ആക്കിയത്. അവനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞതായുള്ള വ്യക്തികളുടെ ഇടയിലേക്ക് പോകുന്നതിനായിട്ടാണ് കർത്താവ് പറയുന്നത്, നീ ചെന്ന് നിനക്കുള്ളവരുടെ ഇടയിൽ കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും അവരോട് പ്രസ്താവിക്കുക. നാം വായിക്കുന്നുണ്ട്, അവൻ ഡെക്കപ്പല്ലി നാട്ടിൽ എന്ന് പറഞ്ഞാൽ 10 പട്ടണങ്ങളാണ്. അടുത്തുള്ളതായുള്ള 10 പട്ടണങ്ങളിൽ പോയി ഇതെല്ലാം ചെയ്തു. കർത്താവ് നമുക്ക് ചെയ്യുന്നതായുള്ള അനുഗ്രഹങ്ങൾ, അനുഭവിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, അത് ഈ ലോകത്തോട് പറയുവാനായിട്ടുള്ള അനുഗ്രഹങ്ങളാണ്, സുവിശേഷമാണ്. അനേകരെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചേർന്ന് വരുവാനൊക്കെയാണ്, ദൈവരാജ്യ അനുഭവക്കാരായി തീരുവാനൊക്കെയാണ് നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ്. എങ്കിൽ കർത്താവിനെ നമുക്ക് സ്വാതന്ത്ര്യവും സൗഖ്യവും പ്രാപിക്കുന്നതിനായിട്ട് കഴിയുമോ? കർത്താവിൻ്റെ സന്നിധിയിലുള്ള സംസർഗം അനുഭവിക്കാനായിട്ട് കഴിയുമോ? കർത്താവിനോട് ഒന്നിച്ചുള്ള ഒരു വിശുദ്ധമായുള്ള യാത്ര ചെയ്യുന്നതിനായിട്ട് നമുക്ക് സാധിക്കുമോ? ഈ സമൂഹത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട് എന്ന് മനസ്സിലാക്കി അത് നിറവേറ്റുവാനായിട്ട് കഴിയുമോ? കർത്താവെ, നിൻ്റെ വിശുദ്ധിയിൽ വസിപ്പാൻ, നിൻ്റെ സൗഖ്യമാകുന്ന അനുഭവങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ,
നിനക്ക് വേണ്ടി നീയുമായുള്ള സംസർഗം അനുഭവിച്ച് നീയുമായിട്ടുള്ള വിശുദ്ധമായുള്ള യാത്ര ചെയ്യുന്നവരായി ഈ ലോകത്തിൽ സമൂഹത്തിന് മധ്യത്തിൽ യാത്ര ചെയ്ത് യഹോവ എനിക്ക് ചെയ്തതൊക്കെയും കരുണ കാണിച്ചതുമൊക്കെ അവരോട് പ്രസ്താവിക്കുവാൻ്റെ കോണം ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.